വിജയേട്ട നമസ്കാരം. നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പത്മ പുരസ്കാരങ്ങൾ എപ്പോഴും പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. ആഹ് വളരെയധികം വിമർശനങ്ങൾ പത്മ പുരസ്കാരങ്ങൾക്ക് പിറകിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമേ ഞാൻ ഈ വിമർശനങ്ങൾ വരുന്നത് കാണുന്നുള്ളൂ. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ഈ ഇടതുപക്ഷം ഹൃദയപക്ഷമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് ചേർന്ന് നിൽക്കുന്നവരെല്ലാം മതേതരരാണ്. അവർ മാത്രമാണ് മനുഷ്യർ. അതുകൊണ്ട് അവരെ കഴിഞ്ഞിട്ട് മാത്രമേ ഈ അവാർഡ് മറ്റാർക്കെങ്കിലും കൊടുക്കാവൂ എന്ന് പറഞ്ഞ നിലപാടുമായിട്ട് ചില സാംസ്കാരിക നായകരും പിന്നെ ചില ഈ പോരാളി ഷാജിമാരും ഒക്കെ ഇറങ്ങാറുണ്ട്. അത്തരത്തിൽ ഇന്ന് ഒരു പോരാളി ഷാജി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പത്മ അവാർഡ് ബാലയ്യക്ക് കൊടുത്തതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ബാലയ്യക്കാട്ടിലും എന്തുകൊണ്ടും പത്മ അവാർഡ് മേടിക്കാനായി അല്ലെങ്കിൽ ലഭിക്കാനായി അർഹൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മമ്മൂട്ടി കൈരളി ടിവിയുടെ MD ചെയർമാനോ ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി അതാണോ അർഹതയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ബാലയ്യക്കാട്ടിലും അർഹത മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിക്ക് ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവര് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ തെറി വിളിക്കൽ, പത്മ പുരസ്കാരങ്ങളുടെ വില പോയി എന്ന് പറഞ്ഞ അവാർഡുകളെ അപമാനിക്കൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ 2014 മുമ്പും ശേഷവും, അതായത് നരേന്ദ്രമോദിക്ക് മുമ്പും ശേഷവും ഈ പത്മ പുരസ്കാരങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഇവര് വ്യക്തമായും കൃത്യമായും പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പത്മ അവാർഡ് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇവർക്ക് അതിനകത്ത് ഒരു ബാലയ്യ ഉണ്ടെങ്കിൽ ആ ബാലയ്യെ പിക്ക് ചെയ്തിട്ട് ഇതാ ഇയാൾക്ക് എന്തിന് അവാർഡ് കൊടുത്തു എന്ന് മാത്രമേ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. 2014 മുമ്പ് അവാർഡ് കൊടുത്ത ആൾക്കാരെ എല്ലാം നമുക്കെടുത്ത് വേണമെങ്കിൽ നിരത്തി നിർത്തിയിട്ട് ഇവർക്ക് എല്ലാവർക്കും എന്തിന് അവാർഡ് കൊടുത്തു എന്ന് നമുക്ക് ചോദിക്കാം. കാരണം സർക്കാരിന്റെ സ്തുതിപാഠകർക്ക് മാത്രമാണ് ആ സമയത്ത് അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കൊടുക്കുന്ന അവാർഡുകൾ എന്ന് പറഞ്ഞാല് 72 കാരനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തക തുളസി ഗൗഡ. ആരാണ് അറിയില്ല. അവാർഡ് ലഭിക്കുമ്പോഴാണ് അറിയുന്നത് ആരാണ് തുളസി ഗൗഡ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നാട്ടുവൈദ്യത്തിൽ അഗ്രഗണ്യായിട്ടുള്ള ലക്ഷ്മിക്കുട്ടി അമ്മാൻ. അതാരാണ്? അതാർക്കും അറിയില്ല. പത്മശ്രീ കിട്ടുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്ത്രീ ഇവിടെ ജീവിച്ചിരിപ്പുള്ളതായിട്ട് തന്നെ അറിയാവുന്നത്. 1 കോടിയോ 2 കോടിയോ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ച ഒരു സ്ത്രീ ഒരു അമ്മയ്ക്ക് അവാർഡ് കൊടുക്കുന്നു. ആ അവാർഡ് കിട്ടുമ്പോഴാണ് അറിയുന്നത് ആരാണ് അറിയില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോ രാഷ്ട്രപതി ഈ അവാർഡ് ഇവർക്ക് കൊടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് എന്ന് പോലും നമ്മുടെ രാജ്യത്തിന് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു ട്രാൻസ്ജെൻഡർ യുവതിക്ക് പത്മ അവാർഡ് കിട്ടുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതൊന്നും കാണാതെ ഈ ബാലയ്യക്ക് എന്തിന് അവാർഡ് കൊടുത്തു എന്നാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. സാധാരണ ഈ പത്മ അവാർഡൊക്കെ വരുമ്പം ഇവരെല്ലാം വായടച്ചും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഈ അവാർഡ് കിട്ടിയത് ആരാണ്, മേടിക്കുന്നത് ആരാണ്, ഒന്നും അറിയത്തില്ല. കേരളത്തിൽ ഒരു കളരിപ്പയറ്റ് നടത്തുന്ന ഒരു അമ്മുമ്മയ്ക്ക് ഒരു അവാർഡ് കിട്ടി, കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് നേരെ 10 പോസ്റ്റ് അടിക്കാൻ മാത്രമേ ഇവന്മാരെ കൊണ്ട് കഴിയുകയുള്ളൂ. വേറെ ഒന്നും കഴിയത്തില്ല. ഇപ്പോ ഇതിനകത്തൊരു ബാലയ്യയുടെ പേര് കയറിക്കൂടി എന്നുള്ളതാണ് ഇവരെ വിഷമിപ്പിക്കുന്ന കാര്യം. ബാലയ്യ എന്തുകൊണ്ടാണ് അവാർഡ് ലഭിക്കാനായി പത്മ പുരസ്കാരം ലഭിക്കാനായിട്ട് അർഹനല്ലേ? എന്താണ് വിജയേട്ടന് തോന്നുന്നത് ബാലയ്യയെ കുറിച്ച്? പോസ്റ്റ് ഇടുന്നവരോട് ചോദിക്കാനൊരു ചോദ്യം, ബാലയ്ക്ക് എന്താണ് ഒരു കുറവ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ സിനിമകളുടെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തെ ആ രീതിയിൽ കാണുന്നത് എന്ന് എനിക്കറിയില്ല. സാറിന് പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ മേഖലയിലോ അല്ലെങ്കിൽ വിവിധ മേഖലകളിലോ ഒക്കെ സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ് കൊടുക്കുന്നത്. ഇനി ബാലയ്യയുടെ സിനിമകള് ശരിയാണ്, ഞാനും ആ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും ഈ യൂട്യൂബിലൂടെ മറ്റുമൊക്കെ ആ സിനിമയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല അതിലെ പല സീനുകളും. കാരണം ഈ ഓടുന്ന ട്രെയിൻ പിടിച്ചു നിർത്തുന്നു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. യുക്തിക്ക് നിരക്കുന്നില്ല. യുക്തിക്ക് നിരക്കുന്നതാണ് സിനിമയെങ്കിൽ കേരളത്തിലെ നടന്മാരെല്ലാം അഭിനയിക്കുന്ന സിനിമകൾ യുക്തിക്ക് നിരക്കുന്നതാണോ? അല്ല. യുക്തി കൊണ്ട് നമുക്ക് സിനിമ അളക്കാൻ കഴിയില്ല. ഒരു സിനിമ കൊണ്ട് ഒരാളെ നന്നാക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഗാന്ധി സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാവരും ആ സിനിമ കണ്ട് ഗാന്ധിയുടെ പാത പിന്തുടരുമായിരുന്നു. ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോ ദൃശ്യം സിനിമയിലെ കൊലപാതകം ആ സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് ആ കൊലപാതകം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഹീറോ സുകുമാരക്കുറുപ്പാണ്. കൊല നടത്തിയിട്ട് നാളിതുവരെ കേരള പോലീസിന് കണ്ടുപിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ കഴിയാത്ത ഹീറോ അല്ലേ അതിനകത്ത് ക്രൈം ചെയ്യുന്നവർ ആദ്യം ഹീറോ ആക്കേണ്ടത്. കാരണം ഇതുവരെ ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതി എവിടെ? അതാണ് അപ്പൊ ദൃശ്യം സിനിമയിൽ പോലെയാണ് കൊലപാതകം. ആ കൊലപാതകമല്ല ഇപ്പൊ പോലീസ് കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതല്ല, അപ്പൊ സിനിമയല്ല ഒരു മനുഷ്യനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബാലയ്യ എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ ആ സിനിമ കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ബാലയ്യ എന്ന് പറയുന്ന നടന് ഇതിനൊന്നും അർഹതയില്ല, അവകാശമില്ല, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ
യുക്തിക്ക് നിരക്കുന്നില്ല. ശരിയാണ്, അവരുടെ ആ വാദഗതികളെല്ലാം നമ്മൾ ശരിവെക്കുന്നു. പക്ഷേ ബാലയ്യ എന്ന് പറയുന്ന നടൻ കഴിഞ്ഞ 50 വർഷമായിട്ട് തെലുങ്ക് സിനിമയുടെ അവിഭാജ്യ ഘടകമായ ഒരു മനുഷ്യനാണ്. തന്റെ 14-ാമത്തെ വയസ്സിൽ സിനിമാ രംഗത്ത് എത്തുകയും ബാലതാരമായി എത്തുകയും നാളിതുവരെ ഈ സിനിമാ ഫീൽഡിൽ അല്ലെങ്കിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സിനിമ താരം മാത്രമല്ല, അദ്ദേഹം ഒരു നിർമ്മാതാവ് കൂടിയാണ്. ഇനി ഇത് കൂടാതെ 2014 അദ്ദേഹം MLA ആയി ജയിച്ച ജനപ്രതിനിധി കൂടിയാണ്. ഇനി സിനിമാ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിലെ ഒരു അവിഭാജ്യമായ ഘടകം എന്ന് പറയുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പോവുക എന്ന് മാത്രമല്ല, ആ ഇൻഡസ്ട്രിക്ക് കരുത്ത് നൽകുക കൂടി വേണം. ആ ഇൻഡസ്ട്രീസിന് കരുത്ത് നൽകുന്നത് എങ്ങനെയാണ്? ആ ഇൻഡസ്ട്രീസിന്റെ എന്താ പറയുന്നത്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആ ഇൻഡസ്ട്രി, ഇതൊരു ബിസിനസ് ആണ് സിനിമ എന്ന് പറയുന്നത്. അതിന് സമഗ്ര മേഖലയിലും അതിൽ സംഭാവന ചെയ്യുക എന്ന് പറയാം. ഒരു നടൻ എങ്ങനെയാണ് സിനിമയെ സംഭാവന ചെയ്യുന്നത്? അഭിനയം കൊണ്ട് മാത്രമല്ല. ആ നടൻ അഭിനയിച്ച സിനിമകൾ കൂടുതൽ ഹിറ്റാകുമ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പണത്തിന്റെ ആ ഒരു അളവ് വർദ്ധിക്കുന്നുണ്ട്. ആ സിനിമ കൂടുതൽ ഇടങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സിനിമാ മേഖല പുഷ്ടിപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മലയാളത്തിൽ 192 സിനിമ ഇറങ്ങിയതിൽ വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ സാമ്പത്തികമായി രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് കണക്കുകൾ കണ്ടത്. ഇവിടെ ഈ ബാലയ്യ എന്ന് പറയുന്ന നടൻ അഭിനയിച്ച ഫ്ലോപ്പുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതിലും താഴെയാണ്. എല്ലാം അഭിനയിച്ചതെല്ലാം മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു നടനാണ്. ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ തെലുങ്ക് സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ഇവിടുത്തെ പ്രമുഖ താരങ്ങൾ പോലും എനിക്ക് തോന്നുന്നില്ല 50 വർഷമായിട്ടുണ്ട് എന്നുള്ളത്, നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ബമ്പർ സൂപ്പർ ഹിറ്റുകളാണ്. ഒരു നടൻ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ നടനെ വെച്ച് സിനിമ ചെയ്യാനോ ഇല്ലെങ്കിൽ ആ നടന്റെ ഫ്ലേവറിലുള്ള മറ്റു നടന്മാർക്ക് സിനിമ ചെയ്യാനുള്ള ആത്മവിശ്വാസം മാത്രമല്ല, ആ ഇൻഡസ്ട്രിയിലേക്ക് പണം മുടക്കാനായി കൂടുതൽ പേർ രംഗത്തെത്തുന്നു. അതാണല്ലോ വേണ്ടത്. ഇപ്പം പൊട്ടിപ്പൊടിഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് പണം മുടക്കാൻ പറ്റില്ല. അത് സിനിമയായാലും സീരിയലായാലും നാടകമായാലും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തെലുങ്ക് സിനിമകൾ തന്നെയാണ്. അവിടെയാണ് ഈ ബാലയ്യയുടെ കാര്യം വരുന്നത്. ബാലയ്യ കഴിഞ്ഞ 50 വർഷമായിട്ട് സിനിമാ രംഗത്ത് നിർമ്മാതാവും നടനുമായി നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാണ്, MLA ആയിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഹിന്ദുപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ ജയിച്ച് TDPയുടെ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നിൽക്കുന്നു. ഇനി ഇത് കൂടാതെ ഇദ്ദേഹമാണ് ഹൈദരാബാദിലെ ബസവതാരകം എന്ന് പറയുന്നിടത്ത് ഒരു ഇൻഡോ അമേരിക്കൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ ചെയർമാൻ കൂടിയാണ് ഈ പറയുന്ന ഈ ബാലയ്യ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ സമഗ്ര മേഖലയിലെ കാര്യങ്ങൾ നോക്കിയിട്ടാകണം അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കൊടുത്തത്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒരുപക്ഷെ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും ചിലപ്പോൾ അതിഭാവുകത്വമൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാമെങ്കിലും തെലുങ്കരെ സംബന്ധിച്ച്, ആന്ധ്രാപ്രദേശിലെ ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം അവർക്കൊരു താരം തന്നെയാണ്, ഹീറോ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട താരങ്ങളുണ്ട്, ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ കന്നഡയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഒക്കെ അവർക്കും പ്രിയപ്പെട്ട താരങ്ങളുണ്ട്. ഇന്ന് ഈ ബാലയ്യക്ക് ഈ പത്മ അവാർഡ് കിട്ടിയതിനു ശേഷം നമ്മൾ നാഷണൽ മീഡിയാസും ഒക്കെ നോക്കുമ്പോൾ, ഇല്ല ആന്ധ്രയുടെ മീഡിയാസ് നോക്കുമ്പോൾ, അവിടെ എല്ലാവരും തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടുത്തെ നടീനടന്മാരും സംവിധായകരും രാഷ്ട്രീയക്കാരും എല്ലാം ഈ ബാലയ്യ അഭിനയിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ്. അപ്പൊ അതായത് അവർക്ക് തെലുങ്കന്മാർക്ക് അവർക്കൊരു പ്രിയപ്പെട്ട നടൻ, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന്റെ അഭിനയം ഇഷ്ടമായത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് 50 വർഷവും സ്ഥിരമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നതും ഫ്ലോപ്പുകളൊന്നും അധികം ഇല്ലാത്തതും ഒരു മിനിമം ഗ്യാരണ്ടി നടൻ എന്ന നിലയിലേക്ക് വളരാൻ കഴിയുന്നതും അതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അവിടുത്തെ സിനിമകളുടെ പല അഭിനയവും നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അത് ഒരു അമിതാഭിനയമായിട്ടോ ഇല്ലെങ്കിൽ ഒരു ഒക്കെ നമുക്ക് തോന്നും, സ്വാഭാവികം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തണം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവാർഡുകൾക്ക് എല്ലാത്തിനും ഓരോ മാനദണ്ഡങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ അവാർഡുകൾക്കും, ഈ 3 പത്മ അവാർഡുകൾക്കും പ്രധാനമായിട്ടും മാനദണ്ഡങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തിരക്തമായ സൃഷ്ടികളെ അംഗീകരിക്കാനാണ് അവാർഡുകൾ ശ്രമിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. കൂടാതെ എല്ലാ പ്രവർത്തന മേഖലകളിലെ അച്ചടക്കം, വിശിഷ്ടവും അസാധാരണവുമായ നേട്ടങ്ങൾ, സേവനങ്ങളായി നൽകപ്പെടുന്നവ, ഇതെല്ലാം ഇത് കണക്കാക്കുന്നുണ്ട്. പിന്നെ ഈ പത്മവിഭൂഷൺ നേടുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അസാധാരണവും വിശിഷ്ടവുമായിട്ടുള്ള സേവനം. ഇതാണ് പത്മവിഭൂഷൺ. അതിന് താഴെയുള്ള പത്മഭൂഷൺ, അതാണ് ബാലയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. അത് ഉന്നതമായിട്ടുള്ള വിശിഷ്ട സേവനം അതിനാണ് കൊടുക്കുന്നത്. പത്മശ്രീ കൊടുക്കുന്നത് വിശിഷ്ട സേവനം. ഇങ്ങനെയാണ് ഈ 3 അവാർഡുകൾ തരംതിരിച്ചിരിക്കുന്നത്. പൊതുസേവനത്തിന്റെ ഒരു ഘടകം ഇതിൽ 3ലും ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാലയ്യ പൊതുസേവനത്തിന്റെ ഒരു പൊതുസേവകനാണ്. ബാലയ്യ ഇത് പറയുന്ന പോലെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാലയ്യ MLA ആയിരുന്നു. MLA ആണ്.
പൊതുപ്രവർത്തകനാണ്. പോരാത്തതിന് വിജയേട്ടൻ പറഞ്ഞതിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോയിന്റ് 50 കൊല്ലമായിട്ട് അയാൾ ഈ ഫിലിം ഫീൽഡിൽ പിടിച്ചു നിൽക്കുമ്പോൾ അയാളുടെ ഫ്ലോപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് വിരലെണ്ണാവുന്നവയാണ് എന്നുള്ളതാണ്. അത് അതെല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അല്ല, അത് മാത്രമല്ല, നിർമ്മാതാവാണ്, സിനിമ നിർമ്മാതാവാണ്. കാരണം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നവർ മാത്രം പോരല്ലോ, അതിനൊരു നിർമ്മാതാവ് ഉം. ആവശ്യമുണ്ട്. കാരണം നിർമ്മാതാവ് പൈസ പമ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമകൾ ഉണ്ടാകുള്ളൂ. അങ്ങനെ ആ സിനിമ ഇൻഡസ്ട്രീസിൽ നിന്ന ഒരു പണം മുടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, നിർമ്മാതാവ് കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഉം. കേരളത്തിൽ അറിയാം, പ്രമുഖരായ നടന്മാരൊക്കെ നിർമ്മാണ മേഖലയിലുണ്ട്. അവരൊന്നും കൂടി പണം മുടക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് മികച്ച സിനിമകൾ നഷ്ടമാകുമെന്ന് മാത്രമല്ല, ആ ഇൻഡസ്ട്രീസിൽ വലിയ ക്ഷീണം തട്ടുമായിരുന്നു. ഉം. അപ്പം ഉം. ആ സിനിമാ അതെ, അതെ. മേഖലയെ പുഷ്ടിപ്പെടുത്താനായിട്ട് അദ്ദേഹം പണം മുടക്കുകയോടെ ചെയ്യുന്ന, വേണമെങ്കിൽ ഒരു വ്യവസായി എന്ന് തന്നെ ഗണത്തിൽ പെടുത്താൻ പറ്റും. നിർമ്മാതാവ് എന്ന് പറഞ്ഞ വ്യവസായി തന്നെയാണ്, സിനിമ ഒരു വ്യവസായവുമാണ്. അതെ, അതെ. അപ്പോൾ ആ എഫതിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ അഭിനയം കണ്ടിട്ട് അദ്ദേഹത്തിന് അത് കൊടുക്കരുത് എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ എല്ലായിടത്തെയും നടന്മാരെയും നടികളെയും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കോ ഇല്ല യുക്തികൾക്കോ അപ്പുറത്തായിരിക്കാം അവരുടെ അഭിനയം. ഇപ്പം അതെ, അതെ, രജനീകാന്തിനെ അതെ. നമ്മള് ചിലപ്പോ അദ്ദേഹത്തിന്റെ അഭിനയങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാം, "അയ്യോ, ഇത് ഇങ്ങനൊക്കെ നടക്കുമോ" എന്ന് ചോദിക്കും. കാരണം എനിക്ക് ഉം. തോന്നുന്നത് ഈ രജനീകാന്തിന് ഒരു വലിയ ഫാൻ ഉള്ളതുപോലെ തന്നെ തെലുങ്കാനയിൽ ഒരു വലിയ ആരാധക വൃന്ദമുള്ള, അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് ഈ പറയുന്ന ബാലയ്യ. അല്ലെങ്കിൽ 50 വർഷമായിട്ട് നാട്ടുകാർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനത്തെ സിനിമ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് കൂടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ 50 വർഷമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ അയാൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അതുപോലെ ഇങ്ങനൊക്കെ തന്നെ ഇപ്പൊ നോക്കുമ്പോൾ അജിത്തിന് കൊടുത്തിട്ടുണ്ട്. തമിഴ് സിനിമാ നടനാണ് അജിത്ത്. ഇപ്പൊ അജിത്തിന് കൊടുത്തിരിക്കുന്നത് അജിത്ത് ആം, ഒരു സിനിമാ നടനായതുകൊണ്ട് മാത്രമല്ല, അജിത്ത് ഇത്തവണത്തെ എന്താ പറയാ 24H ദുബായ് 225 എൻഡൂറൻസ് റേസിൽ അജിത്ത് പങ്കെടുത്തിട്ടുണ്ട്. അജിത്ത് പോരാത്തതിന് അത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അജിത് കുമാർ വേവ്സ് ഇന്ത്യൻ ഫ്ലാഗ് ആഫ്റ്റർ വിൻസ് അറ്റ് ദുബായ് 24H 2025 എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അജിത്ത് പോയതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അജിത്തിനും കൊടുത്തിട്ടുണ്ട് ഇത്തവണ. അതാ ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു കാര്യം കൂടി, ബാലയ്യയുടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടൻ കൂടിയാണ്, മികച്ച നടൻ. നമുക്കൊരു പക്ഷെ ചിരി വരും അത് കേൾക്കുമ്പോൾ. കാരണം ഈ അഭിനയത്തിനൊക്കെ എന്ത് സ്റ്റേറ്റ് അവാർഡ്! കാരണം അവരുടെ ഒരു രീതി, അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു ആസ്വാദന നിലവാരം, ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഒരു കന്നഡ സിനിമയിൽ അവരുടെ രീതിയെ പോലെ നമുക്ക് നമ്മുടെ രീതികൾ അവർക്കും ഇഷ്ടമല്ല. നമ്മളുടെ ഒരു എന്താ പറയുന്ന നടന്മാരുടെ അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്കും ഇഷ്ടമല്ലാത്തതുപോലെ. കാരണം അവർ നോക്കുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെയാണോ? ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഹീറോ പരിവേഷം കുറച്ച് കൂടുതലാണ് എന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള നടന്മാരുടെ. അവർക്ക് അതായിരിക്കാം കുറച്ചുകൂടി ഇഷ്ടം. ഏതായാലും അങ്ങനെ ഒരു നടന്റെ അഭിനയം കണ്ടിട്ട് ബാലയ്യ ഇത് ഈ കമന്റ് ഇടുന്നവരുടെ ഒക്കെ ഇത് കാണുമ്പോൾ നമ്മൾ ശരിക്കും, ഞാനും അങ്ങനെ ആദ്യം കരുതി ഈ ബാലയ്യ എന്ന് പറയുമ്പോൾ വെറും ഒരു എന്താ ഒരു കോമാളി കണക്കൊരു നടൻ എന്നുള്ള. പക്ഷെ അല്ല, അദ്ദേഹത്തിന്റെ അത് ഒരു അതെനിക്ക് മനസ്സിലാവാത്തൊരു സംഭവമാണ് ചേട്ടാ. അതെന്താ അറിയോ? നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രത്യേകത, അത് പ്രത്യേകതയാണോ ന്യൂനതയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ മലയാള സിനിമകളിൽ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അടക്കമുള്ള ഒരു സിനിമകൾ ഇറക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ മലയാളി നടന്മാരുടെ വമ്പൻ അഭിനയ ചാതുര്യവും അവരുടെ ആക്ടിങ് സ്കിൽസുമാണ് നമ്മൾ വിലയിരുത്തുന്നത്, നോക്കുന്നത്. അതേസമയം നമ്മൾ രജനീകാന്തിന്റെ ഒരു സിനിമ കേരളത്തിൽ വന്നിറങ്ങും. ഇപ്പോ വിജയുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അല്ലു അർജുന്റെ ഒരു സിനിമ ഇറങ്ങുന്നു. അങ്ങനെ പല പടങ്ങളും നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങും. നമ്മൾ ഇതൊന്നും നോക്കാറില്ല. എന്ത് ചവറുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അതേസമയം കേരളത്തിലുള്ള ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ ഇപ്പൊ അന്യഭാഷാ ചിത്രങ്ങൾ തെലുങ്കിലോ കന്നഡയിലോ എന്താണ് മലയാളത്തിലോ അല്ല തമിഴിലോ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവര് പറയും, അയ്യോ നമ്മുടെ ആക്ടർമാരെ അമ്മാവന്മാരാക്കി കഴിഞ്ഞു, അവർക്ക് അഭിനയിക്കാനൊന്നുമില്ല അതിനകത്ത്, ഇതൊക്കെ സിമ്പിൾ ആണ്, കേക്ക് വാക്കാണ് എന്ന് പറയുകയും ചെയ്യും. അതായത് നമ്മൾ അവരുടെ സിനിമകൾ ആസ്വദിക്കും. ഈ ബാലയുടെ സിനിമകളും വിജയിയുടെ സിനിമകളും അജിത്തിന്റെ സിനിമകളും രജനിയുടെ സിനിമകളും അല്ലു അർജുന്റെ സിനിമകളും എല്ലാം നമ്മൾ ആസ്വദിക്കും. അതേസമയം നമ്മൾ അവിടെ അംഗീകരിക്കാനും തയ്യാറുണ്ട്. നമ്മൾ കേരളത്തിലെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിലെ അഭിനയം, ഒരു നടന്റെ അഭിനയം, കഥ, തിരക്കഥ, കഥ വേണം നമുക്ക്, ആ തിരക്കഥ വേണം, ആ കഥയ്ക്കും തിരക്കഥയ്ക്കും ഇമോഷണൽ ആയിട്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പോരാ, ആ നടനെ കൊണ്ട് അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ സാധിക്കണം. ഇത്രയും ഉണ്ടെങ്കിലേ മലയാളിയുടെ നെഞ്ചിലെ കല്ലിറങ്ങും ഒരു സിനിമ കാണുമ്പോൾ. അതേസമയം തമിഴ്നാട്ടിലും മറ്റേ ആന്ധ്രയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പുഷ്പയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലു അർജുൻ നിലത്ത് നിർത്താതെ 100 പേരെ പറന്നടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അരെ വാ എന്ന് പറയും, ഒരു രക്ഷയില്ല എന്ന് പറയും.
അതേസമയം കേരളത്തിലുള്ള മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലു അർജുന്റെ കൂടെ തെലുങ്കിൽ പോയി ഇതേപോലെ ഫൈറ്റ് നടത്തി കഴിഞ്ഞാൽ അയ്യോ അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്യും. ഇതാണ് മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ മലയാള ഇൻഡസ്ട്രി വളരുന്നില്ല. നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഇപ്പോഴും ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയല്ലോ. മാർക്കോ എന്ന് പറഞ്ഞ പടം ഇറങ്ങി, അത് അത് ഒരു അന്താരാഷ്ട്ര അല്ല, ഒരു ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഗുജറാത്തിലൊക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ. അത് ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. എങ്കിലും അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഈ വയലൻസ് ഒന്നും കാണിക്കാൻ പാടില്ല, ഈ വയലൻസ് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റി പോകും, മറ്റതാണ് മറിച്ചതാണ്. എന്നാലോ നേരെ തിയേറ്ററിൽ പോയിരുന്ന് മറ്റേ വിജയ് സിനിമയുടെ ലിയോയില് തല വെട്ടുന്നതും കൈ വെട്ടുന്നതും കാല് വെട്ടുന്നതും ഒക്കെ കണ്ട് കൈയടിച്ചിട്ട് റിവ്യൂവിൽ വന്നെന്ന് പറയുന്നത് വെട്ടി വെട്ടി പീസാക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹാരം ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യും. ഇതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. അല്ല, സിനിമ ആസ്വദിക്കുന്ന പല രീതിയിലാണ്. എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ അല്ലു അർജുനെയും ഈ ബാലയ്യൊക്കെ അതേപോലെ കാണാം. നമ്മൾ 10 സിനിമ 100 രൂപ കൊടുത്ത് എന്റർടൈൻമെന്റിന് ചിരിക്കുക. മാത്രമുള്ള ഒരു ഉപാധിയാണ് അത്, അല്ലാതെ വേറെ എന്തിനുള്ള ഉപാധിയാണ്? സിനിമ കണ്ടിട്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും നന്നായിട്ട് അതാ ഞാൻ ആദ്യം ചോദിച്ചത്. നന്നാകണമെങ്കിൽ ഗാന്ധി സിനിമ ഇറങ്ങിയപ്പോൾ നന്നാകേണ്ടതാണ്. അപ്പൊ നന്നായില്ല. അതെ അതെ. അപ്പൊ പിന്നെ ഈ ബാലയ്യയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ഈ അഭിനയം കണ്ടിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകും. ബാലയ്യയുടെ ഒരു വീഡിയോ കണ്ടിട്ട് അയ്യോ ഇങ്ങനൊക്കെ അഭിനയിക്കുന്ന ഒരാൾക്കാണ് ഇത്, അഭിനയത്തിന് കൊടുത്തതല്ല ഇത്, അഭിനയത്തിന് കൊടുത്തതല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മാനിക്കണം. കാരണം ഇത് അഭിനയത്തിന് കൊടുക്കുന്ന അവാർഡ് അല്ല ഇത്. കാരണം ഇത് ആ ഒരു അഭിനയത്തിനാണെങ്കിൽ അതിന് മേഖല, ദേശീയ അവാർഡ് കൊടുത്താൽ പോലും സിനിമ. അതെ അതെ, നാഷണൽ അവാർഡ്, സിനിമയുടെ നാഷണൽ അവാർഡ് കൊടുത്താൽ മതി. ഇത് അഭിനയത്തിന് കൊടുത്ത അവാർഡ് അല്ല എന്നാണ് പോസ്റ്റ് ഇടുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ആ വ്യക്തി, ബാലയ്യ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആ തെലുങ്ക് സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നടൻ മാത്രമല്ല, നിർമ്മാതാവാണ്, ജനപ്രതിനിധിയാണ്, അതുപോലെ തന്നെ ഒരു ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ കൂടിയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഉണ്ട്. സിനിമാ മേഖലയിൽ തന്നെ 50 വർഷമുണ്ട്. അതിൽ തന്നെ ഇനി അദ്ദേഹം ഇതൊക്കെ ഒരു നടനാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇറങ്ങിയ സിനിമയിൽ 192 എണ്ണത്തിനകത്ത് ബഹുഭൂരിപക്ഷം എണ്ണം ഫ്ലോപ്പ് ആയപ്പോൾ ബാലയ്യ ഇതുവരെ അഭിനയിച്ച സിനിമയിൽ ഏതാണ്ട് 5 or 6 സിനിമ മാത്രമാണ് ഒരു അത്ര ഫ്ലോപ്പിലേക്ക് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇതിൽ തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സിനിമകളെല്ലാം തന്നെ നല്ല ബമ്പർ ഹിറ്റുകളായി മാറുകയായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഇനി തെലുങ്കിലൊക്കെ ആ രീതിയിലാണ് തെലുങ്കിലൊക്കെ കണക്ക് അങ്ങനെയാണ്. കൂട്ടുന്നത്. ഇപ്പൊ രാജമൗലി ഇതുവരെ സംവിധാനം ചെയ്തതിൽ ഒരു സിനിമ പോലും ഫ്ലോപ്പ് ആയിട്ടില്ല. ഒരൊറ്റ സിനിമ പോലും രാജമൗലി സംവിധാനം ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടില്ല. എല്ലാം ബമ്പർ ഹിറ്റുകളാണ്, വമ്പൻ ഹിറ്റുകളാണ്. അപ്പൊ തെലുങ്കിലൊക്കെ വരുമ്പോ അവർക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് അവർ സിനിമ ഉണ്ടാക്കി അവർ സിനിമ കാണുന്നു. നമുക്കത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അത് മൊഴിമാറ്റം ചെയ്ത് ഇങ്ങോട്ടും വരുന്നത്. അല്ലെങ്കിൽ അവർ മൊഴിമാറ്റം ചെയ്ത് ഇവിടെ ഇറക്കാൻ തയ്യാറാണ്. ഒരു പടമെങ്കിലും ഓടിയാലല്ലേ അടുത്ത രണ്ടാമത്തെ ഒരു പടം അവിടെ മൊഴിമാറ്റം ചെയ്ത് അവിടെ ഒന്നുകൂടെ ഇറക്കുന്നതായിട്ടുള്ളവർ. അത് നമുക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പിന്നെ ഇവിടെ ഈ രാഷ്ട്രീയ ചായ്വ് വെച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്നില്ല, ഇപ്പൊ മോഹൻലാലിന് കൊടുക്കുന്നില്ല. മറ്റേ മോഹൻലാലിന് കൊടുത്താൽ മോഹൻലാൽ സംഖ്യയാണ്, മമ്മൂട്ടിക്ക് കൊടുക്കാത്തത് മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ്, മറ്റേ ബാലയ്യക്ക് കൊടുക്കുന്നത് ബാലയ്യ ബിജെപിയുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ടാണ്. അങ്ങനെ അല്ലല്ലോ ഇപ്പൊ പത്മ അവാർഡുകൾ കൊടുക്കുന്നത്. നമ്മുടെ ഈ ജനങ്ങളുടെ കൂടെ ഒരു ഒരു റെപ്രസെന്റേഷൻ അതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ പത്മ അവാർഡുകളിൽ ഇപ്പോ? അതെ, ജനങ്ങൾ കൂടെ ഈ നോമിനേഷനിൽ പങ്കാളിയാകുന്നതിന് മുമ്പ് അത് ഇല്ലായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് ജനങ്ങൾക്ക് കൂടെ ഈ നോമിനേഷൻ കൊടുക്കാൻ കഴിയത്തക്ക രീതിയിൽ ഇപ്പൊ അതിന്റെ വെബ്സൈറ്റുകളുണ്ട്. അത് നേരത്തെ തന്നെ ജനങ്ങൾ അത് കൊടുക്കാറുമുണ്ട്. ഇതിനകത്ത് രസകരമായ സാധനം വെച്ചാൽ ഇതിൽ കിട്ടുന്നവരെല്ലാവരും തന്നെ ആരും ഈ തിരികെ കയറ്റുന്നവരല്ല. ശോഭനയ്ക്കൊക്കെ ഒരുപക്ഷെ വളരെ നേരത്തെ കിട്ടാവുന്നതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴല്ല, എനിക്ക് ഒരു 5 or 6 വർഷം മുമ്പേ തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ മോഹൻലാലിന് കിട്ടിയിട്ടുണ്ടല്ലോ, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആർക്കും കിട്ടാതെ പോയിട്ടില്ല. അപ്പൊ പിന്നെ ആകെ 120 പേർക്കാണ് ഇത് കൊടുക്കുന്നത്. ഈ 120, ഈ പത്മ എല്ലാം കൂടെ കൊടുക്കുന്നത് 120 പേർക്ക്. ആ 120 പേരില് എല്ലാവരെയും അത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മലയാളത്തിലുള്ളവർക്ക് മാത്രം നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ പോരാ. അത് മാത്രമല്ല, ഒരു പത്മ അവാർഡ് കിട്ടിയാൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത അവാർഡിനായിട്ട് ഇവരെ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ 5 വർഷം കൂടുമ്പോൾ മലയാളിക്ക് മാത്രം തന്നുകൊണ്ടിരുന്നാല് ഈ രാജ്യത്തുള്ളതല്ലേ ആന്ധ്രാക്കാരും തെലുങ്കന്മാരും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ളവരെ കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറയട്ടെ, നമുക്ക് ഇവിടെ നമ്മൾ അദ്ദേഹത്തെ കളിയാക്കി പറയുമ്പോൾ അദ്ദേഹത്തിന് കൈയടി കിട്ടുന്ന ഒരു സംസ്ഥാനം കൂടി ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതും കേരളത്തിന്റെ ഇരട്ടിയുള്ള ഒരു സംസ്ഥാനം, കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനം, കേരളത്തിന്റെ ഇരട്ടി ആളുകൾ സംസാരിക്കുന്ന ഭാഷയുള്ള ഒരു സംസ്ഥാനം. ഇങ്ങനെ ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു മനുഷ്യനെ അപമാനിക്കാം, അവഹേളിക്കാം, അതൊക്കെ സ്വാഭാവികം മാത്രം. രാഷ്ട്രീയം എന്തെങ്കിലും പറയാം, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, കേരളത്തിന്റെ ഇരട്ടി വരുമാനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അത് എന്നുള്ളത്. പക്ഷെ ഇത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കളിയാക്കുന്നവന്മാരുടെയൊക്കെ പാർട്ടിയിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഒക്കെ.
മറ്റേ കിട്ടുണ്ണി എലിഫന്റ് ബി എ എന്ന് പറയുന്നത് പോലെ ഭാരതരത്ന എനിക്ക് ഞാൻ തന്നെ ഭാരതരത്ന സമ്മാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് സ്വന്തമായിട്ട് എഴുതിയെടുത്ത ടീമുകളാണ്. നാണവും ഉളുപ്പും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്നാണ് പറയാനുള്ളത് ഈ ഒറ്റകളൊക്കെ കൂടെ. അതാണ് അതുപോലെ അതാ സ്വന്തമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ. ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ട് ഭാരതരത്ന തനിക്ക് സമ്മാനിക്കുകയായിരുന്നു. എന്താണ് അതാ പറഞ്ഞു അതങ്ങനെ ഒരു ഇതും ഇല്ലാതെ കിടന്നതിന് ഇപ്പൊ ഒരു ജനകീയ അവാർഡാക്കി മാറ്റിയിരിക്കും. ഇതിൽ കിട്ടിയ അവാർഡ് ഉം. അതുപോലെ തന്നെ ഇത്തവണത്തെ പത്മ അവാർഡ് കിട്ടിയത് മറ്റൊരാൾക്ക് മാരുതി കാറിന്റെ നിർമ്മാതാവ് മാരുതി 800ന്റെ ഉം. അതിന്റെ അദ്ദേഹത്തിനും അവാർഡ് ഉണ്ട്. ജപ്പാൻകാരനായ അദ്ദേഹത്തിന് പേര് ഓർക്കുന്നില്ല, അദ്ദേഹത്തിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഉം. പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഉം. കാരണം മാരുതി കാർ ഇന്ത്യൻ കാർ വ്യവസായ രംഗത്ത് മാത്രമല്ല, സാധാരണപ്പെട്ട ഇന്ത്യക്കാരന്റെ ജീവിതചര്യ തന്നെ മാറ്റിമറിച്ച, അതായത് വില കുറഞ്ഞ ഒരു കാർ എന്ന് ഉള്ള ഒരു സങ്കല്പത്തിലേക്ക് വരികയും ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരായ അല്ലെങ്കിൽ ഇടത്തരക്കാരായ ജനങ്ങളെ മാറ്റിമറിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ഒരു കാർ അതെ എന്ന അതെ അതെ. സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഒന്നായിരുന്നു മാരുതി 800. അത് അയാൾക്ക് കൊടുക്കരുത്, അതിൽ ജപ്പാൻകാരനാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാ കാർ ഉണ്ടാക്കിയത്, എന്തിനാ ഇത് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതെ. അങ്ങനെയല്ലല്ലോ. സമഗ്ര സംഭാവനകൾക്ക് അല്ലതെ പല മേഖലയിലുള്ള നേരത്തെ ധനുഷ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിക്കുട്ടി അമ്മയും ഒക്കെ പലരും അറിയുന്നത് തന്നെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണ്. അതാണ് വലിയ അതെ അതെ അതെ. യാഥാർത്ഥ്യം. എന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ഇത് എന്തിനാണ് അവരൊക്കെ കണക്കുള്ളവർക്ക് കൊടുത്തതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതെ. അടുത്ത ചോദ്യം അതും ആയിട്ട് വന്നേനെ. അതാ ഞാൻ പറയുന്നത്, അത് എല്ലാത്തിനകത്തും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കാണരുത്. അതെ, മമ്മൂട്ടിയും എന്താണ് അദ്ദേഹത്തിന്റെ ഫീൽഡിൽ സമഗ്രമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും എത്രയോ വലുതാണ് തെലുങ്ക് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അതിനെക്കാട്ടിലും എത്രയോ വലുതാണ് തമിഴ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുമ്പോൾ, നമ്മൾ അതിൽ അഹങ്കരിച്ച് പോകുമ്പോൾ, നമ്മളെക്കാട്ടിലും വലിയ വലിയ ആൾക്കാർ ഈ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആഹ് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം കേരളം എങ്ങനെ ചിന്തിക്കുവോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കേരളം എപ്പോ എന്ത് ചിന്തിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിന്തിക്കുന്നത്. എന്തായാലും പത്മ അവാർഡുകളൊക്കെ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആരുടെയും താല്പര്യത്തിനനുസരിച്ച് ഒരു അവാർഡുകളും ഇപ്പോൾ പോകുന്നില്ല. 2014 മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാമായിരുന്നു. മൻമോഹൻ സിംഗിനെ പുകഴ്ത്തുന്ന ജേർണലിസ്റ്റുകളായിട്ടുള്ള ലത്തീഫ് സർദേശായി, പിന്നെ നമ്മുടെ ബർഖാദത്ത്, ഇവർക്കൊക്കെ അവാർഡുകൾ ചുമ്മാ കൊടുക്കുന്നത് യാതൊരുവിധ ഒരു ഇതുമില്ലാതെ കൊടുക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോ ജേർണലിസ്റ്റുകൾക്ക് അവാർഡ് പോയിട്ട് ജേർണലിസ്റ്റുകളെ അടുപ്പിക്കുന്നത് പോലും ഇല്ല നരേന്ദ്രമോദിയുടെ അടുത്തോട്ട്. അങ്ങനത്തെ ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ എത്തി വന്നിരിക്കുന്നത്. എന്തായാലും പത്മ അവാർഡുകൾ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ധാരാളം സാധാരണക്കാർക്ക്, അതായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് സംഭാവന കൊടുത്ത സാധാരണക്കാർക്ക് പത്മ അവാർഡ് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ ബാലയ്യയ്ക്കും നമ്മുടെ ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോക്കി ചാമ്പ്യൻ ആയിട്ടുള്ള ഒളിമ്പ്യൻ ആയിട്ടുള്ള ശ്രീജേഷിന് പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പല ആൾക്കാരും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ പാടെ അങ്ങ് അവഗണിച്ചിട്ട് ഈ ബാലയുടെ കാര്യം മാത്രം എടുത്തു വെച്ച് അങ്ങ് പർവ്വതീകരിച്ച് അങ്ങ് കാണിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.